Good morning, all. Morning, ma'am. Good morning, ma'am. Okay, good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? ചേർന്നോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. വായിച്ചു നോക്കാതെയും ഇരിക്കും. നിങ്ങൾ വായിച്ചൊന്ന് പോയിക്കോളൂട്ട. കാരണം എല്ലാം കൂടി ഒന്നിച്ചാവുമ്പോഴതൊരു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് അല്ലെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റോൾസിന്റെ അല്ലെ, ട്രേഡ് യൂണിയന്റെ പങ്ക്, പ്രധാനമായിട്ട് എന്തൊക്കെ റോള് അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഒക്കെയാണ് അല്ലെ. ഫസ്റ്റ് റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ കണ്ടു ട്രേഡ് യൂണിയൻ അല്ലെ, എല്ലാ സ്ഥാപനങ്ങളിലും ഇൻ കേസ് ഓർഗനൈസേഷനുകളിലൊക്കെ വലുതൊക്കെ ആണെങ്കിൽ ട്രേഡ് യൂണിയൻ അതുകൊണ്ട് വളരെ ഉപകാരപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ജീവനക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ. പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകളൊക്കെ ഇൻ കേസ് നമുക്കറിയാം എംപ്ലോയേഴ്സിനും അതിനനുസരിച്ചിട്ടുള്ള ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത്തരം ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, അതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടു മിലിറ്റന്റ് ഫംഗ്ഷൻ. നമ്മൾ കണ്ടു എന്താണ് അവിടെ ചർച്ചകളൊക്കെ നടത്തിയില്ലേ, നെഗോഷിയേഷനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടും ചർച്ചകളൊന്നും അത് തീരുമാനത്തിലാക്കിയൊന്നും വരുന്നില്ല എങ്കിലാണ് ട്രേഡ് യൂണിയൻ അവരുടെ പ്രധാനപ്പെട്ട റോള് നിർവഹിക്കുന്നത്. നമുക്കറിയാം എല്ലാവരെയും കൂടി പങ്കാളിത്തത്തോട് കൂടിയിട്ട് സ്ട്രൈക്കും ലോക്കൗട്ട് ഒക്കെ നടത്തിക്കൊണ്ട് അവരുടെ നീതി നടപ്പാക്കാനായിട്ട് മുന്നിട്ട് വരും അല്ലെ. ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അർഹതപ്പെട്ട തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള എന്താണ് വർക്കിംഗ് പ്ലേസിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ വേജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവർക്ക് തുല്യ നീതി ഉറപ്പാക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള സ്ട്രൈക്കും ലോക്കൗട്ടുകളൊക്കെ നടത്തിയിട്ടാണ് അവര് നേടിയെടുക്കുന്നത്. അങ്ങനെയുള്ള ഫസ്റ്റ് ഫംഗ്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ ഫസ്റ്റ് ഫംഗ്ഷൻ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫ്രക്ചേണൽ ഫംഗ്ഷൻ. എന്താണ് ഫ്രക്ചേണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതായത് അവിടെ സഹോദര പ്രവർത്തനം എന്ന് വെച്ചാൽ സഹോദര്യത്തോടു കൂടിയിട്ട് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെ. അവിടെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വ്യവസായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എന്താണ് ഓരോ സ്റ്റേറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങളുണ്ടാവും. അവരെല്ലാം ഒറ്റക്കെട്ട് ആയിട്ട് അല്ലെ, നമ്മൾക്ക് അറിയാം ഒരേ യൂണിയനൊക്കെ ആവുമ്പോൾ അവിടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു എന്താണ് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അല്ലെ. ട്രേഡ് യൂണിയൻ ആവുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. These are another type of activities which are taken up by these union in order to help its members in enhancing their efficiency and at the time when they are in need. Okay, അപ്പൊ അവർക്ക് അവിടെയുള്ള എംപ്ലോയീസിന്റെ ആവശ്യത്തെ അനുസരിച്ചിട്ട് ഇൻകേസ് അവരുടെ എഫിഷ്യൻസി അല്ലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അല്ലെ, അത് യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ആര് തന്നെയാണ്? ട്രേഡ് യൂണിയനുകളാണ്. ദീസ് യൂണിയൻ മേക്ക് എഫേർട്സ് ടു പ്രൊമോട്ട് കോർപ്പറേഷൻ ആൻഡ് എൻഹാൻസ് ദ കോർഡിനൽ റിലേഷൻ എമംഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, എല്ലാ അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവിടെയെല്ലാം ഒരേപോലെയുള്ള ട്രേഡ് യൂണിയനുകളൊക്കെ വർക്ക് അല്ലെ അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരെല്ലാം അല്ലെ ഒന്നിച്ച് തന്നെ ഒരു കോർപ്പറേഷനോട് കൂടിയിട്ട് നമുക്കറിയാം ഒരു ബിസിനസ് ഒക്കെ സ്ഥാപനങ്ങൾ അല്ലെ ഒരേപോലത്തെ ബിസിനസ് ഒക്കെ ആവുമ്പോൾ എന്താണ് അവരെല്ലാം കൂടി ഒരു യൂണിയൻ ആവും അല്ലെ. അത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അതെ, ഒരു ടൈലറിംഗ് ഷോപ്പ് ആണെങ്കിലും അതെ, ഒരു കച്ചവട സ്ഥാപനം ആണെങ്കിലും അതെ, അവരുടെ മാത്രമായിട്ടുള്ള ഒരു യൂണിയനുകൾ ഉണ്ടാവും അല്ലെ.
അപ്പൊ അവരൊന്നിച്ച് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെ, ഇൻ കേസ് ഗവൺമെന്റിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ അവിടെയുള്ള പ്രൊപ്പറേറ്റേഴ്സിന്റെ അല്ലെ തൊഴിലുടമകളുടെ കീഴിൽ നിന്നാണെങ്കിലും അവരുടേതായിട്ടുള്ള ഏണിങ്സുകളും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് അവർ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും. അപ്പൊ പ്രധാനമായിട്ടും അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരായിരിക്കും? ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നേതൃത്വം അല്ലെ, അത് കൊടുക്കുന്നത് ആരായിരിക്കും? കാര്യം നമ്മൾ ട്രേഡ് യൂണിയനുകൾ. ട്രേഡ് യൂണിയനുകളാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവര് ഒന്നിച്ച് അല്ലെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ, ആ ഒരു വ്യവസായ ഗ്രൂപ്പുകളിലെല്ലാം നല്ലൊരു ബന്ധം അല്ലെ, അതൊരു നല്ലൊരു സൗഹൃദത്തോടുകൂടിയുള്ള ബന്ധം വളർത്തിയെടുക്കാനും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് നോക്കാം. They also impart education and culture to their members. Such functions involve the following activities. അതേമാതിരി തന്നെ അവർക്ക് വിവരാത്മകമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെയുള്ള മെമ്പേഴ്സിന് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ നോളജും ഉണ്ടാകണമെന്നില്ല അല്ലെ. അവർ ആ തൊഴിലുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികൾ ചെയ്ത് അവർ പോകുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ അവയർനെസ് അവർക്ക് ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതും തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള അല്ലെ ഒന്നിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇൻ കേസ് നമുക്കറിയാം ചില കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടിയോ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും എല്ലാവരെയും ആഭിമുഖ്യത്തില് അവര് കുറെ കാര്യങ്ങളൊക്കെ അല്ലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതായത് വിവരാത്മകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെയുള്ള മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് താഴെ നോക്കുക. First, undertaking motivational welfare measures. ക്ഷേമ നടപടികൾ ഏറ്റെടുക്കാനായിട്ട് അല്ലെ. അവർക്ക് നമുക്കറിയാം ഓരോ യൂണിയനൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ, അവർക്ക് ചിലപ്പോഴെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് ഒക്കെ അല്ലെ അതിനൊക്കെ ഉള്ള ഒരു ചാൻസുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെ നേരിടാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വെൽഫെയർ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഉള്ള മെസ്സേജ് അതിന് വേണ്ടിയിട്ടൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നു. Then boosting a self confidence of workers. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതായത് ഏതൊരു വർക്കറിനും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അല്ലെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത, അവർക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. എന്തെങ്കിലും ഒരു ഇൻ കേസ് എന്തെങ്കിലും കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് സ്വയം തന്നെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ അവൈലബിൾ ആക്കി കൊടുക്കുക, അവരുടെ സ്വയം എന്തെങ്കിലും കഴിവുകളൊക്കെ മറ്റുള്ളവരുടെ ഇടയിലൊക്കെ പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് വർക്കിനോട് നമുക്കറിയാം ചിലർക്കൊക്കെ അല്ലെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോഴാണ് അവരുടെ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് കഴിവ് ചെറിയൊരു നെറ്റ് ഇഷ്യൂ വന്നതാണ്. ക്ലിയർ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ കണ്ടു എന്താണ് അവിടെ കൃത്യമായിട്ട് അല്ലെ അവരുടെ എന്തെങ്കിലും അല്ലെ ഒരു അപ്രീസിയേഷൻ കേസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഒരു അപ്രീസിയേഷൻ ഒക്കെ ആവശ്യമാണ് അല്ലെ. അവർക്കൊരു എന്താണ് പ്രചോദനം ഉൾക്കൊള്ളാൻ തന്നെ വേണ്ടിയിട്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും അവാർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെ അവർ ഇച്ചിരി കൂടി നല്ല
സമൂഹത്തില് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ ഇടയിലൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് ഒത്തിരി കൂടി ആത്മവിശ്വാസം ഉളവാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തില് ഇത്തരം കാര്യങ്ങൾ അല്ലെ ഒന്നിച്ചുള്ള കോർപ്പറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺഫറൻസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. എന്താണ് സർട്ടൻ ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. അതായത് എന്തെങ്കിലും അല്ലെ വളർച്ച കാര്യങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും പ്രൊമോഷനൊക്കെ അല്ലെ ചിലർക്കൊക്കെ നമുക്കറിയാം ചില ഓർഗനൈസേഷനിലൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ അവര് ഒരുപാട് നാളെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അവർക്ക് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചില കാര്യങ്ങൾ അല്ലെ ചില വ്യക്തികൾ ചിലപ്പോൾ ആണെങ്കിൽ പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ അവരുടെ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇൻ കേസ് ആ മാനേജ്മെന്റ് അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം മാനേജ്മെന്റ് അതിന് തയ്യാറായിരുന്നെങ്കിൽ അവരെ ഇൻഫോം ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനായിട്ടും ആര് മുൻകൈ എടുക്കും? ആരാ മുൻകൈ എടുക്കാം? ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ്. ആരായിരിക്കും മുൻകൈ എടുക്കാം? ഓക്കെ, ട്രേഡ് യൂണിയനുകളൊക്കെ മുൻകൈ എടുക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് പ്രൊട്ടക്ടിങ് ഫീമെയിൽ എംപ്ലോയീസ് ഫ്രം ഡിസ്ക്രിമിനേഷൻ. ചില ഇടങ്ങളിലെങ്കിലും അല്ലെ എല്ലായിടത്തും ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഒരു വേർതിരിവൊന്നും ഒരിടങ്ങളിൽ നടപ്പാക്കുന്ന കാര്യമൊന്നല്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു വേർതിരിവൊക്കെ ഫീമെയിലിനൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഇടയിലും പ്രവർത്തിക്കാനായിട്ട് തന്നെ ട്രേഡ് യൂണിയനൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് സുരക്ഷയൊക്കെ ഉറപ്പാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന്. ഓക്കെ, എന്താണ് സഹവർത്തിത്വത്തോടുകൂടി അല്ലെ സഹോദരത്തോടു കൂടിയിട്ടുള്ള വർക്കിംഗ് അറേഞ്ച്മെന്റ്സ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തൊക്കെ ഫങ്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. എന്താണ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ്? എന്താണ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? രാഷ്ട്രീയമായിട്ടുള്ള ധർമ്മങ്ങൾ അല്ലെ. രാഷ്ട്രീയമായിട്ട് നമുക്കറിയാം യൂണിയൻ അല്ലെ, ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള യൂണിയനാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാവും അല്ലെ. അത് ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ രാഷ്ട്രീയം മാറുന്നതനുസരിച്ചിട്ട് അവരുടെ സ്വാധീന ശക്തിക്കും ഒരു മാറ്റം ഉണ്ടാവില്ലേ? അത് എഫക്ട് ചെയ്യില്ലേ? തോന്നാറില്ലേ അങ്ങനെ അല്ലെ? മിക്ക സ്ഥാപനങ്ങളിലാണെങ്കിലും അത് നന്നായിട്ട് തന്നെ എഫക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പൊളിറ്റിക്കൽ ഫങ്ഷൻസിൽ പറയുന്നത്? ദീസ് ഫങ്ഷൻസ് റിലേറ്റ് ടു ദ അസോസിയേഷൻ ഓഫ് ദ ട്രേഡ് യൂണിയൻ വിത്ത് എ പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് ഹെൽപ്പിംഗ് ദ പൊളിറ്റിക്കൽ പാർട്ടി ബൈ ബ്രിങ്ങിങ് മോർ മെമ്പേഴ്സ് ടു ഇറ്റ്. ഓക്കെ, നമുക്കറിയാം പാർട്ടികളുടെ നേതൃത്വത്തിൽ അല്ലെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള മെമ്പേഴ്സിനൊക്കെ അല്ലെ അവരുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതിലേക്ക് കൂടുതൽ മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ ഉണ്ട്. അവർ കൂടുതൽ ഇനിഷ്യേറ്റീവ് ആയിട്ടൊക്കെ മുന്നിട്ട് വരാറുണ്ട്. മിക്കവാറും എല്ലാ ഓർഗനൈസേഷനിലും അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാർട്ടികൾ അതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലെ. നോക്കാം. Donation collection and taking the help of political parties during strikes and lockouts are also the political functions of trade unions. The political functions involves okay. അവിടെ എന്താണ് മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെ, ഇൻ കേസ് എന്തെങ്കിലും ഡൊണേഷൻ ഒക്കെ അല്ലെ, നമ്മുടെ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഡൊണേഷനൊക്കെ അല്ലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അതൊരു സ്വാധീന ശക്തിയോട് കൂടിയിട്ട് തന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അല്ലെ ആ ഓർഗനൈസേഷനിൽ ഇവരൊരു സ്വാധീന ശക്തി വളരെ വലുത് തന്നെയാണ്. അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു കളക്ഷനും ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും. പലതരത്തിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഫങ്ഷൻസിൽ താഴെ പറയുന്നുണ്ട്.
ഫസ്റ്റ് വന്ന ഇൻഫ്ലുവൻസിങ് ഗവൺമെന്റ് പോളിസി ഡിസിഷൻസ് ടുവേർഡ്സ് ദ ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ ഓഫ് വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ അതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ, അത് സർക്കാരിന്റെ നയങ്ങളിൽ തന്നെ രൂപീകരിക്കാൻ അല്ലെ. സർക്കാർ ഇങ്ങനെ കുറെ നയങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന തൊഴിലിടങ്ങളിലെ വ്യക്തികൾക്ക് കുറെ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും അല്ലെ. അപ്പൊ അത് ആ സ്വാധീനം ചെലുത്താനായിട്ട് അതിനെ മുൻകൈ എടുക്കുന്ന ആരായിരിക്കും? അവിടുത്തെ ട്രേഡ് യൂണിയൻകാരായിരിക്കും അല്ലെ. യൂണിയന്റെ ആ ഒരു സ്വാധീനത്തിന്റെ ഫലമായിട്ടായിരിക്കും ഗവൺമെന്റിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ട്? അവിടെയുള്ള എംപ്ലോയീസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഗവൺമെന്റിനെ സ്വാധീനിക്കുന്നത് ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയന്റെ മുന്നോട്ടുള്ള അല്ലെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ദ പോളിസീസ് ആസ് വെൽ ആസ് ദിയർ ഇംപ്ലിമെന്റേഷൻ ഇസ് ദ ഡ്യൂട്ടി ഓഫ് ട്രേഡ് യൂണിയൻസ്. അതേമാതിരി തന്നെ എന്തെങ്കിലും നയങ്ങൾ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അത് നടപ്പാക്കുന്നുണ്ടെങ്കിലും അവിടെയും എന്താണ്? ട്രേഡ് യൂണിയന്റെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട് അല്ലെ. അവിടെ ആ രൂപീകരണത്തിലും നല്ലൊരു സംഭാവന ട്രേഡ് യൂണിയൻ നൽകുന്നുണ്ട്. അതായത് എന്തെങ്കിലും പോളിസിക്ക് ഒക്കെ അല്ലെ ഒറ്റയ്ക്ക് എന്താണ് മാനേജ്മെന്റിന് ഒന്നും തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ വശത്തു നിന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ യൂണിയന്റെയും കൂടി അല്ലെ, യൂണിയന്റെ ആ ഒരു നേതൃത്വത്തിൽ നിന്നുകൊണ്ടായിരിക്കും അവരത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പോളിസി രൂപീകരണങ്ങളെല്ലാം തന്നെ എന്താണ്? ട്രേഡ് യൂണിയന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനത്തില് അവർക്ക് ഗവൺമെന്റിനെ എന്താണ് പുഷപ്പ് ചെയ്ത് അല്ലെ, അതനുസരിച്ചിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം എംപ്ലോയീസിന് ഉണ്ടാക്കി കൊടുക്കാനും അതോടൊപ്പം തന്നെ നയങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോഴും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി, അവരുടേതായിട്ടുള്ള ട്രേഡ് യൂണിയന്റെ തന്നെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിന്റെ ബേസിലായിരിക്കും അതൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? ഇൻ മെനി കൺട്രീസ് യൂണിയൻ ആർ ഗ്രേറ്റ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ട്രൈ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ് ആക്റ്റീവ്ലി. അതായത് ചില കൺട്രികൾ അല്ലെ, ചില കൺട്രികളിലൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറില്ലേ? രാഷ്ട്രീയമായിട്ട് ഇന്ന അല്ലെ, ഇന്ന ആള് എന്താണ് അധികാരത്തിൽ എത്തോട് കൂടിയിട്ട് ഇന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ ലഭ്യമായി അല്ലെങ്കിൽ ഇന്ന വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധ്യമായി. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു അല്ലെ, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി, അദ്ദേഹം നേതൃത്വ നിരയിൽ വന്നതോടുകൂടിയിട്ടാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ലേ? വ്യവസായത്തില് സ്വാധീനം വരാറില്ലേ? ന്യൂസിലൊക്കെ വരാറില്ലേ? അല്ലെ, നമ്മളിപ്പോ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ന പാർട്ടി അല്ലെ, ഇന്ന ഒരു രാഷ്ട്രീയം അതിലേക്ക് വരുമ്പോൾ ചില വ്യവസായ സ്ഥാപനങ്ങൾക്ക് അതിലൂടെ അല്ലെ നമുക്കറിയാം അവരെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് അവിടുത്തെ യൂണിയന്റെ പ്രത്യേകതയായിരിക്കും അല്ലെ. ആ യൂണിയൻ അവരുമായി ഡിപ്പെൻഡ് ചെയ്തെന്തായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ യൂണിയന് നേതൃത്വത്തിന്റെ തന്നെ ആ വ്യവസായ സംരംഭങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഇനീഷ്യേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഓപ്പർച്യൂണിറ്റികളൊക്കെ ഗവൺമെന്റ് നടപ്പാക്കി കൊടുക്കുന്നു. ക്ലിയറാവുന്നില്ലേ? ാണോ? അതാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ലൊരു സ്വാധീനമുണ്ട് അല്ലെ, അവിടെ വ്യവസായത്തിലും നല്ലൊരു സ്വാധീനമുണ്ട്. അവിടെ യൂണിയന് അവിടെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. കാരണം അവിടെ ആ രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെ ഇപ്പൊ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഏതാണോ അതിന്റെ അനുസരണത്തിലുള്ള യൂണിയനാണ് എങ്കിലും അവർക്ക് നല്ലൊരു സ്വാധീനത്തോട് കൂടിയിട്ട് ആ വ്യവസായ സംരംഭത്തിലെ എംപ്ലോയീസിനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രധാനമായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് വ്യത്യസ്ത കൺട്രികളിലും ഇങ്ങനെ ഒരു നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഇടങ്ങളുണ്ട്. സ്റ്റാറ്റസ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഡിസൈഡ്സ് വാട്ട് വുഡ് ബി ദ ടൈപ്പ് ആൻഡ് extent of the participation of unions in the political process of the government. ഓക്കെ, നമ്മള് വെറുതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇതല്ല, കാഴ്ചപ്പാട് മാത്രമല്ല, അതായത് അവർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അല്ലെ, അത് ചെറിയൊരു വശം മാത്രമല്ല അതിൽ വരുന്നത്, അതിൽ ഇൻവോൾവ് ആവുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ട് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് യൂണിയന് സാമ്പത്തികമായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ ആ ഇൻഡസ്ട്രീനെ വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സമൂഹത്തിലും നല്ലൊരു പേര് അല്ലെ, നല്ലൊരു ഐഡന്റിറ്റി ഒക്കെ നേടിയെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയന്റെ ആ നേതൃത്വത്തില് ഗവൺമെന്റിന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് തന്നെ
ട്രേഡ് യൂണിയന് അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അത് ഏതൊക്കെ രീതിയിൽ? സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പല രീതിയിലും ഇവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല നല്ല പോളിസികൾ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ അത് അല്ലെ അത് കമ്പൽ ചെയ്ത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നല്ല എംപ്ലോയീസിന്റെ വെൽഫെയർ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനൊക്കെ ആയിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഇൻവോൾവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 1-2 പോയിന്റ്സ് വിവരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേരെ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആൻസിലിയറി ഫംഗ്ഷൻ. എന്താണ് ആൻസിലിയറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അനുബന്ധ പ്രവർത്തനമാണ് അല്ലെ. നോക്കാം. നവഡേ യൂണിയൻസ് ഹാവ് അക്വയർഡ് റെപ്രസെന്റേറ്റീവ് ഫംഗ്ഷൻസ് അതർ ദാൻ ദെയർ യൂഷ്വൽ ഫംഗ്ഷൻസ്. ഓക്കെ, അവിടെ അതായത് നമുക്കറിയാം പ്രധാനമായിട്ടും ഏറ്റെടുക്കുന്നത് അല്ലെ പ്രത്യേകമായിട്ടുള്ള പ്രാതിനിധ്യ പ്രവർത്തനങ്ങളും അവിടെ, അതായത് യൂണിയന്റെ പ്രാതിനിധ്യ പ്രവർത്തനങ്ങളും സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂണിയന്റെ പ്രാധാന്യത്തിന്റെ കൊണ്ട് അല്ലെ അവരുടെ നേതൃത്വത്തിൽ തന്നെയുള്ള പല പ്രവർത്തനങ്ങളും അവിടെ ഓരോ ഇൻഡസ്ട്രിയിലും നടപ്പാക്കി കൊണ്ടുപോകുന്നുണ്ട്. സം ഓഫ് ദ ട്രേഡ് യൂണിയൻസ് ആർ trying to enhance the area of their service in order to create value in the eye of their members. നമുക്കറിയാം യൂണിയനുകൾ പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഉദ്ദേശം കൂടിയുണ്ട് അല്ലെ. അവിടെ ഒരു നേതൃത്വ നിരയിൽ തന്നെ ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മെമ്പേഴ്സിനെ കൂടുതൽ കണ്ടെത്താനായിട്ട് ഓരോ യൂണിയൻ നേതാക്കളും ശ്രമിക്കും. ഉണ്ടാവില്ലേ? അങ്ങനെ ശ്രമിക്കില്ലേ? അങ്ങനെ ഒരു ശ്രമം അവർ നടത്തില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു അല്ലെ യൂണിയനില് ആ ഒരു നേതൃത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അയില് അല്ലെ അവരുടെ അയില് മൂല്യം കണ്ടെത്തുക. അതായത് അവിടെയുള്ള മെമ്പേഴ്സിന്റെ ഇടയില് എന്താണ് കണ്ണില് നല്ല മൂല്യത്തോടു കൂടിയിട്ടുള്ള ഒരു നല്ലൊരു യൂണിയൻ നേതാവാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടും പല പ്രവർത്തനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യും. കാരണം എങ്കിൽ മാത്രമാണ് അവർക്ക് ഇലക്ഷനെ വിജയിപ്പിക്കുകയുള്ളൂ അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് സ്വാധീനത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കണ്ണില് നല്ലൊരു വാല്യൂ അല്ലെ നല്ല മൂല്യത്തോട് കൂടിയിട്ടുള്ള ഒരു യൂണിയൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ പല പ്രവർത്തനങ്ങളും എംപ്ലോയീസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. വേരിയസ് സർവീസസ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ദം include legal and financial advice as well as how to improve one's skill. ഓക്കെ, അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയാണ് ഓരോ എംപ്ലോയീസിനും അല്ലെ അവരുടെ ഒരു കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഏത് രീതിയിൽ ഇൻ കേസ് ഫിനാൻഷ്യലി ആണെങ്കിലും അഡ്വൈസ് അല്ലെങ്കിൽ മറ്റു ലീഗലി അവരുടെ കഴിവുകൾ നമുക്കറിയാം നിയമപരമായിട്ടും എന്താണ് സ്വാധീനത്തോട് കൂടിയിട്ട് അതേമാതിരി തന്നെ സാമ്പത്തികമായിട്ടുള്ള വശത്തോട് കൂടിയിട്ടും അവരെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് പല പല വെൽഫെയർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പല പല ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. These new functions of a trade unions are known as ancillary functions. ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അല്ലെ അവര് നല്ലൊരു യൂണിയൻ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ആൻസിലിയറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിച്ചത് അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ട് ഇന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു, ഇങ്ങനൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. അങ്ങനെ പല രീതിയിൽ അവർക്ക് അല്ലെ അവരുടെ മുമ്പിൽ നല്ലൊരു മാന്യത കൈവരുത്താൻ വേണ്ടിയിട്ട്. ദിസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ ദ ഫോളോയിങ് ഹെഡ്സ്. നമുക്കറിയാം അത് കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ അവിടെ വേർതിരിച്ച് പറയുന്നുണ്ട്. വെൽഫെയർ ആക്ടിവിറ്റീസ് ഫസ്റ്റ് വൺ പറയുന്നത് വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ. നോക്കാം, ദീസ് ആർ വേരിയസ് ടൈപ്സ് ഓഫ് വെൽഫെയർ മെഷേഴ്സ് which are taken up by many unions. Okay, വ്യത്യസ്ത തരത്തിലുള്ള യൂണിയൻസുകളൊക്കെ
ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നുണ്ട്. These include provide houses, mutual funds, cooperative stores, cultural programs, setting up cooperative housing societies, banking and other medical facilities. Okay, പലതരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ചിലപ്പോ എന്താണ് എന്തെങ്കിലും അവരുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ഫണ്ട് സ്വരൂപിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ട് അല്ലെ എല്ലാവരും കൂടി കളക്ട് ചെയ്ത് ഹൗസുകളൊക്കെ അവിടെയുള്ള ജീവനക്കാരുടെ ഇടയിൽ പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോർ അല്ലെ അവർക്ക് വേണ്ടി മാത്രം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അത് ഇന്ന ഒരു ഇൻഡസ്ട്രിയിലുള്ള വ്യക്തികൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്നില്ല സ്റ്റോറുകളിലൊക്കെ പോയി ഇന്നില്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് അവരുടെ കഴിവുകളൊക്കെ അല്ലെ പ്രകടമാക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. സെറ്റിംഗ് അപ്പ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഓക്കെ, എന്തെങ്കിലും ഹൗസിംഗ് സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുവഴി ലോണും കാര്യങ്ങളൊക്കെ ഇൻ കേസ് ബാങ്കിങ് അല്ലെ ബാങ്കിങ്ങിലൂടെയൊക്കെ ഇന്നില്ല ലോണുകളൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. അങ്ങനെ മറ്റു തരത്തിൽ അല്ലെ ഏതൊരു മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ കിട്ടാനായിട്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അല്ലെ അവർക്ക് കോപ്പറേറ്റീവ് ആയിട്ട് തന്നെ പ്രവർത്തിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ എന്തെങ്കിലും നേടിക്കൊടുക്കുക. ഇതെല്ലാം നമുക്കറിയാം യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന യൂണിയന്റെ നേതൃത്വത്തിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് അല്ലെ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ യൂണിയനിലേക്ക് പോകാനായിട്ട് അവർ തയ്യാറാകും അല്ലെ. കാരണം നമുക്ക് അറിയാം എപ്പോഴും അല്ലെ ഓരോ വ്യക്തികളും എന്താണ് ചില ആനുകൂല്യങ്ങളുടെ ബേസിൽ തന്നെ ചില യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് താല്പര്യപ്പെടും അല്ലെ. അപ്പൊ അവരുടെ മുമ്പിൽ ആ ഒരു മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അവിടെയുള്ള തൊഴിലാളികളുടെ ഇടയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ. Okay, then next നോക്കാം. These activities also include a training of a woman in various crafts and skills which can help them in contributing to their family incomes. Okay, നമുക്ക് അഡീഷണൽ ആയിട്ടൊക്കെ ഒരു അല്ലെ ഒരു വീട്ടിലിരുന്നിട്ടാണെങ്കിലും ചെയ്യാവുന്ന ചെറിയ ചെറിയ അല്ലെ ചെറിയ ചെറിയ സ്വരൂപണത്തിന് വേണ്ടിയിട്ടൊക്കെ അവർക്ക് ക്രാഫ്റ്റ് വർക്കുകളും അല്ലെ എന്തെങ്കിലും ഒരു എന്താ പറയുക പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ എന്താണ് അല്ലെ ടൈലറിംഗ് ഷോപ്പുകളും കാര്യങ്ങളും ടൈലറിംഗ് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അല്ലെങ്കിൽ മെഷീനൊക്കെ പ്രൊവൈഡ് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കരകൗശല ചില വസ്തുക്കളുടെ നിർമ്മാണമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തുന്നൽ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും സ്ത്രീകൾക്കാണെങ്കിൽ. അപ്പോഴെന്താണ് അവർക്ക് ചെറിയ രീതിയിലൊക്കെ വരുമാനങ്ങൾ അത് കൂട്ടിക്കിട്ടാനായിട്ട് സാധിക്കും അല്ലെ. These are certain unions which are active in the field of welfare measures such as the Textile Labor Association, then Ahmedabad അല്ലെ. നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ വെൽഫെയർ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു പ്രധാനപ്പെട്ട രൂപീകരണമാണ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ. അഹമ്മദാബാദിലുള്ള ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷനൊക്കെ ദിസ് അസോസിയേഷൻ അത് ലേഡീസിനെ അല്ലെ അവർക്ക് പ്രത്യേകമായിട്ട് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ദിസ് അസോസിയേഷൻ ഈസ് വർക്കിംഗ് ടു organize a self-employed woman through another setup called അവിടെ ഒരു റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അതൊന്ന് വെട്ടിക്കളഞ്ഞ കേട്ടോ. സെറ്റപ്പ് കോൾഡ് നിങ്ങളുടെ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. എന്താണ് പറയുന്നത്? കോൾഡ് സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ അല്ലെ. സേവ SEWA സേവ അല്ലെ സെൽഫ് എംപ്ലോയിഡ് വുമൺ അസോസിയേഷൻ. അങ്ങനെ ആ വുമൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു അസോസിയേഷനൊക്കെ രൂപീകരിച്ച് അവർക്ക് മാത്രം അതിൽ പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ള അല്ലെ ഒരു അസോസിയേഷനൊക്കെ രൂപീകരിക്കുന്നു. they have also started a banking service for this purpose. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ നമുക്കറിയാം മഹിളാ ബാങ്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വുമൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പലിശയോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് യൂണിയൻ നേതാക്കൾ അല്ലെങ്കിൽ യൂണിയനുകളായിരിക്കും. അപ്പൊ അവിടെ എന്താ നമുക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടി അല്ലെ. നമ്മളുടെ അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ യൂണിയനോട് ഇത്രയും കൂടി മമത അല്ലെ അവരോട് ഒരടുപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനു വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വെൽഫെയർ പ്രോഗ്രാംസുകൾ അല്ലെ അവിടെയുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർക്ക് അർഹതപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇവരെ നേതൃത്വം
കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇരുകൂട്ടർക്കും അതുകൊണ്ട് ഗുണമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ചെറിയ അബ്രിവേഷനൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ അല്ലെ, ഇപ്പൊ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തില് വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും സ്വയം തൊഴിൽ അല്ലെ, അതിന് പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതാണ് സെൽഫ് എന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്നത് അല്ലെ. കണ്ടിന്യൂ ചെയ്തു പോകാലോ. അടുത്തൊരു ക്ഷേമ പ്രവർത്തനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. വിദ്യാഭ്യാസം അല്ലെ. എന്താണ്? വർക്കേഴ്സ് ബിക്കം അവെയർ ഓഫ് ദിയർ എൻവയറൺമെന്റ് ത്രൂ എഡ്യൂക്കേഷൻ. ഓക്കെ, അവർക്ക് ആ ഒരു ഒരു ഓർഗനൈസേഷനിലെ ഒരു ജീവിതം ആണെങ്കിൽ, അവിടെയുള്ള ഒരു ജീവനക്കാരാണെങ്കിൽ അവിടുത്തെ ആ ഒരു പശ്ചാത്തലത്തിനെ കുറിച്ചിട്ട് വലിയ നോളജ് ആവണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നോളജുകൾ പങ്കുവെക്കുന്നതും യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും. Certain attempts are taken in this regard by the union. Trade unions launch various education programs for employees in order to inform them about the problems and matters of their concern. Okay, അപ്പൊ നമുക്കറിയാം എംപ്ലോയീസിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വലിയ നോളജ് അവർക്ക് ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ അത് എന്താന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ ഇൻഫോം ചെയ്ത് കൊടുക്കുന്നത് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും. അവരായിരിക്കും നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അല്ലെ. അവർ ചിലപ്പോൾ ജീവനക്കാര് അവരുടെ ഡ്യൂട്ടിയിൽ മാത്രം വ്യാപൃതമായിരിക്കും അല്ലെ, ചില അറിവുകൾ അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകളെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതും ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും. Then these programs also include such a subjects or a topic which can be great help for the workers, such as their rights and responsibilities. Okay, in case the participation schemes of workers and grievance redressal mechanism prevalent in their organization. അതായത് ചിലപ്പോഴൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ പരാതി പരിഹാരങ്ങൾ മാർഗങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നടപ്പാക്കാനായിട്ട് സാധിക്കുക, ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു പ്രത്യേക നോളജ് ഒന്നും അവിടെയുള്ള തൊഴിലാളികൾക്ക് ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല അവയർനെസ്, അവരെ ബോധവാന്മാരാക്കുക അല്ലെ, നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുത്ത് ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ നമ്മുടെ ഈ രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടത്. കേസ് നിങ്ങൾ ഡ്യൂട്ടി ചെയ്തു, നിങ്ങൾ ഓവർ ഡ്യൂട്ടി ചെയ്തിട്ട് നിങ്ങൾക്ക് സാലറി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം, ഈ രീതിയിലാണ് നിങ്ങൾ അതിന് വേണ്ടി സമീപിക്കേണ്ടത്. ഓക്കെ, അവർക്ക് അതിനെ കുറിച്ചിട്ട് വിവരങ്ങൾ അറിവ് കിട്ടണമെന്നില്ല അല്ലെ. നമുക്ക് അല്ലെങ്കിൽ ഇന്ന ആനുകൂല്യം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല, ഇൻ കേസ് എനിക്ക് പ്രൊമോഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല, ഇത്രയും നാളും എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിന് അർഹതപ്പെട്ട പ്രൊമോഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെ. അവിടെ ആ പ്രശ്നങ്ങൾ, അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട കുറെ നേട്ടങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് അല്ലെ, അതിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം, അതിനനുസരിച്ചിട്ടുള്ള ആ ബോധവാന്മാരാക്കുന്ന പ്രക്രിയ, അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആര് തന്നെയാണ്? ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. Next paragraph. Okay,
then next when it takes when it talks about the education of member workers, it covers all areas of their lives. Then it works for improving their social lives, make them aware about their environment, increases their knowledge, especially regarding issues that are of utmost importance to them, their basic rights and duties, etc. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു അവർക്ക് എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടാവണമെന്നില്ല അല്ലെ. ഇൻ കേസ് അവരുടെ ജീവിത കാര്യങ്ങളിലാണെങ്കിലും അല്ലെ, ദൈനംദിന ജീവിത കാര്യങ്ങളിലാണെങ്കിലും ഇവരുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അല്ലെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ സോഷ്യലായിട്ട് ഇൻ കേസ് സമൂഹത്തിലെ അവരുടെ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സമൂഹത്തിലും അതിൻ്റെതായിട്ടുള്ള നിലനിൽപ്പും അല്ലെ ഒരു പേരും കാര്യങ്ങളൊക്കെ അവർക്ക് നേടേണ്ടതുണ്ട്. അതേമാതിരി തന്നെ അവർക്ക് എന്താണ് എസ്പെഷ്യലി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്ലെ utmost importance to their basic rights and duties. അവര് ബേസിക് ആയിട്ടുള്ള എന്താണ് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ഇന്ന കടമകൾ ഡ്യൂട്ടീസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ, അതിനെ കുറിച്ചിട്ടൊന്നും എല്ലാ നോളജും അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് കൊടുക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത് ട്രേഡ് യൂണിയൻ ആണ്. The government is also being helped by some central organizations in executing various schemes related to the education of workers of the company. നമുക്കറിയാം സെൻട്രലി അല്ലെ കേന്ദ്രത്തിന്റെ ഇടപെടലോട് കൂടിയിട്ട് ചില അവർക്ക് നോളജുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കാനായിട്ടും അതും ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് അല്ലെ. ചിലപ്പോ ആണെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ തന്നെ അവർക്ക് അവയർനെസ് ഉണ്ടാവും അല്ലെ. അപ്പൊ പുറത്തുനിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്നിട്ടായിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതുണ്ട്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങള്, അല്ലെങ്കിൽ ഇന്ന ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്ത് പോകേണ്ടത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് മുൻകരുതലായിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ അല്ലെ ചിലപ്പോൾ ഇങ്ങനെ എന്താണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്മോക്കിംഗ് അല്ലെ അതിന്റെ ഇൻഡസ്ട്രി ആണെങ്കിൽ അങ്ങനത്തെ ഒരു വ്യവസായ സംരംഭമാണെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഒന്നും അവർക്ക് കൃത്യമായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ അതെല്ലാം അവർക്ക് അവയർനെസ് ആക്കി കൊടുക്കണം അല്ലെ. അവിടെയുള്ള തൊഴിലാളികൾക്ക് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ധരിക്കണം അല്ലെ. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള നോളജ് ഒക്കെ അവർക്ക് പകർന്നു കൊടുക്കണം. ഇൻ കേസ് നമുക്കറിയാം ജസ്റ്റ് നോക്കാണ് സാലറി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പാക്കേജുകൾ കിട്ടുക, അത് മാത്രമല്ല മറ്റെല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും ഒരു നോളജ് അത് അവർക്ക് പകർന്നു കൊടുക്കുന്നത് ഇൻ കേസ് പുറത്തു നിന്നാണെങ്കിൽ അല്ലെ നമുക്ക് സെൻട്രലി അതിനൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ അനുവദിക്കുന്നുണ്ട് എങ്കിൽ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും അത്തരം കാര്യങ്ങളെല്ലാം ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധ്യമാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്നത് യൂണിയനുകൾ തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. Publication of periodicals, newsletters or magazines. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ അല്ലെ, അത് വാർത്താക്കുറിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. In order to communicate the policies and viewpoints on various important issues to the members, large union get a newsletter, magazine or a periodicals published. അതായത് നമുക്കറിയാം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളോ മാഗസീനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഈ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് അല്ലെ നമുക്ക് ആശയവിനിമയപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സ്രോതസ്സുകളിൽ കൂടി അവരെന്താണ് പല കാര്യങ്ങളും ഇൻഫോർമേഷൻസ് എല്ലാം പാസ് ഔട്ട് ചെയ്യും അല്ലെ. നമുക്കറിയാം ചില പ്രോബ്ലംസുകൾ ഇന്ന സ്ഥാപനങ്ങൾ ഇന്ന വ്യവസായ സംരംഭങ്ങളിൽ ഇന്ന പ്രോബ്ലംസുകൾ വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട അവിടെയുള്ള എംപ്ലോയീസ് ഇന്ന അതെ അവര് കുറെ എഫക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഹെൽത്തിന് ഇഷ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മതിയായ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അല്ലെ വീട്ടിലെ അല്ലെ മെമ്പേഴ്സിന് ഇത്തരത്തിലും ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടതാണ്. അങ്ങനെ പല കാര്യങ്ങളും അല്ലെ അത് ന്യൂസിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് വാർത്താവിനിമയ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള മാനേജ്മെന്റ് തീർച്ചയായിട്ടും ആക്റ്റീവായിട്ട് അല്ലെ മുൻകൈ എടുത്ത് അല്ലെ വരും. എന്താണ് ഇവരുടെ പ്രോബ്ലംസ്, അത് അതിന്റെ പരിഹാരം കണ്ടെത്തണം അല്ലെ, അല്ലെങ്കിൽ നമുക്കറിയാം അത് പബ്ലിഷ് ആവും അല്ലെ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും മുൻകൈ എടുക്കുന്നതും ഇതാണ് ട്രേഡ് യൂണിയനുകളാണ്. അതാണ് പറയുന്നത്
In order to communicate the policy and viewpoints on various important issues to the members, large union get newsletters, magazine or periodical publisher. These tools also help them in communicating the personal events such as births, deaths, marriage, promotions and other achievements of members workers. അതേമാതിരി തന്നെ ഇതിലൂടെ തന്നെ അവർക്ക് എന്താണ് പല കാര്യങ്ങളെ കുറിച്ചിട്ടും അറിവ് പ്രദാനം ചെയ്യാം അല്ലെ. അവരുടെ ബർത്തും ഡെത്തും ഇൻ കേസ് മാരേജ്, പ്രൊമോഷൻ അല്ലെ, അവർക്ക് ആവശ്യമായിട്ട് അർഹതപ്പെട്ട ഏജ് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ലഭ്യമാകേണ്ട കാര്യങ്ങളൊക്കെ ഇന്നതാണ്. അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ അവർക്ക് ഇന്ന കാര്യങ്ങൾ, ഇൻ കേസ് അൺമാരീഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അല്ലെ അർഹതപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയാം ഡെത്തൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെ, അവിടെ ജീവനക്കാരായിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡെത്തുകൾ സംഭവിക്കുമ്പോൾ അതിന്റെ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു അല്ലെ അവരുടെ തന്നെ മെമ്പർഷിപ്പിൽ ആരെങ്കിലും ജനനവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുണ്ടെങ്കിൽ അതിനും അല്ലെ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് അറിവ് പ്രദാനം ചെയ്യാനായിട്ട് പുറത്തിറക്കുന്നത് അല്ലെ, അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ പുറത്തിറക്കുന്നത് ആര് തന്നെയാണ്? ട്രേഡ് യൂണിയനുകൾ തന്നെയായിരിക്കും മുൻകൈ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നോളജ് പകർന്നു നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തിറക്കുന്നതും ആര് തന്നെയാണ്? ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെയാണോ? ഓക്കെ. ഇതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതായത് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് അല്ലെ അവർക്ക് എന്താണ് രീതിയിൽ ഏതൊക്കെ രീതിയിൽ അത് ഇഷ്യൂ ചെയ്യാം എന്നുള്ളത്. അനദർ ടൂൾ അല്ലെ, ഇൻ കേസ് ഇവരുടെ ബർത്തും ഡെത്തുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. എവിടെയെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഞാൻ ഓരോ പോയിന്റിലും എടുക്കുമ്പോഴും സമയം തരുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് പോകാനാണ്. ഓക്കെയാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. റിസർച്ച്, ഗവേഷണവുമായി ബന്ധപ്പെട്ട വരുന്നതാണ്. നോക്കാം. Updated information needs to be collected in a systematic manner in a trade union. Okay, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ ഇൻഫോർമേഷൻസ്, വിവരങ്ങളെല്ലാം തന്നെ അല്ലെ അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്കറിയാം. അത് സമയാസമയത്തിന് കറക്റ്റ് ചെയ്ത് പോകണം അല്ലെ. അതിൽ എന്തെങ്കിലും ഭേദഗതികൾ ഉണ്ടെങ്കിൽ, പുതിയ ഇൻഫോർമേഷൻസുകളൊക്കെ അല്ലെങ്കിൽ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതിനും പ്രധാനപ്പെട്ട റോള് അവരുടെ സിസ്റ്റമാറ്റിക് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതും യൂണിയൻ തന്നെയാണ്. The collected information should then be minutely analyzed for the negotiation process. Okay, ഇത്തരത്തിലുള്ള കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എന്താണ് അവര് ചർച്ചകളിലൂടെയാണ് എന്താണ് അനലൈസ് ചെയ്യുന്നത് അല്ലെ, വിലയിരുത്തുന്നത്. Then union leaders must know about the productivity of its members and the wage practices that are prevalent in their industry as well as other industries of a similar nature. നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് പ്രധാനമായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് അർഹതപ്പെട്ട വേജസ് അവിടെ നേടിക്കൊടുക്കണം അല്ലെ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ഏതൊരു യൂണിയന്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയുള്ള വർക്കേഴ്സിന് അർഹമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സാലറിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് ഇവിടെ പറയാണ് അവിടെ അല്ലെ about the productivity of members and wages practices that are prevalent in their industry. അതായത് കൃത്യമായിട്ട് തന്നെ ലീഡേഴ്സ് മനസ്സിലാക്കണം വേജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവര് ഇന്ന എത്ര ടൈം വർക്ക് ചെയ്യുമ്പോൾ ഇന്ന വേജസ് അത് എല്ലായിടത്തും ഒരേപോലെ തന്നെയാണോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കൂലി കുറഞ്ഞാണോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നത് അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ നല്ല കൃത്യമായിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. They need this knowledge in order to put forward the demands of wages increase for workers. കേസ് ഇതനുസരിച്ചിട്ട് അവരെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളും അല്ലെ ഉത്പാദനശേഷിയൊക്കെ അവർ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ടൈമിനുള്ളിൽ തന്നെ ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഒക്കെ അവരെ കവർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അതിന് അർഹതപ്പെട്ട വേജസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം.
വേണ്ടിവരില്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം അല്ലെ? അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം മാനേജ്മെന്റിനേക്ക് അറിയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യണം അല്ലെ? ഇവര് കൃത്യമായിട്ട് തന്നെ ഡ്യൂട്ടികളൊക്കെ ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റിക്ക് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ടോ? എങ്കിൽ പോകുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവർക്ക് വേജസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ മാനേജ്മെന്റിനെ അല്ലെ അവരുടെ ഇടയിലൊക്കെ ഡിമാൻഡ് ചെയ്ത് അത് അവർക്ക് നേടിക്കൊടുക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കേണ്ടതാണ്. Most of the union conduct their own homework. This aspect by considering the practical aspect, especially the day-to-day workplace issues, etc. Okay, നമുക്കറിയാം ആ ഒരു വർക്ക് പ്ലേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? അവരുടെ ജോലിയിടങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിലെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ എന്താണെന്ന് കണ്ടെത്തി അല്ലെ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് അവിടെ കൃത്യമായിട്ടുള്ള അവരുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തണം അല്ലെ? അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗവേഷണങ്ങളൊക്കെ നടത്തണം. റിസർച്ച് എന്ന് വെച്ചാൽ പരീക്ഷണങ്ങൾ നടത്തണം. എന്തുകൊണ്ട്? അവിടെയുള്ള തൊഴിലാളികൾക്ക് അവരുടെ ഹെൽത്തിന് അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സമയത്തിന് അല്ലെ അതിനെല്ലാം പ്രാധാന്യം കൊടുത്തിട്ട് അതിലെല്ലാം ഒരു പങ്ക് ആർക്കുണ്ട്? ആ പ്രാധാന്യം കൊടുക്കുന്നതിലും അവർക്ക് അർഹതപ്പെട്ട് നേടിയെടുക്കുന്നതിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് ആർക്കുണ്ട്? ട്രേഡ് യൂണിയനുണ്ട്. ണോ? അപ്പൊ നമ്മള് ഫങ്ഷൻസ് എല്ലാരും എടുത്തു കഴിഞ്ഞു. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? തിരിച്ചൊന്നുമില്ല. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളത് ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് തുടങ്ങി വെക്കാനേ പറ്റുള്ളൂ. കാരണം വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ ചാപ്റ്റർ എന്ന് പറയാനായിട്ട് ഇനി അധികപ്പെടുത്തൊന്നുമില്ല. എന്താണ് ട്രേഡ് യൂണിയന്റെ ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ ഉണ്ട്. അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ദെൻ എന്താണ് നമുക്ക് ഉള്ളത്? പിന്നെ ഉള്ളത് പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻ. ഓക്കെ, അതോടുകൂടി നമ്മുടെ ക്ലാസ് ഈ ഒരു സെക്ഷൻ കഴിയാണ്. പിന്നെ നമുക്കുള്ളത് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ജസ്റ്റ് അതിന്റെ ആ ഒരു ഫോമാറ്റ് മാത്രം ഇന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ട്രേഡ് യൂണിയന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു, ഫങ്ഷൻസ് കണ്ടു, വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ ട്രേഡ് യൂണിയന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി.
പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് എ പർപ്പസ്, ഓൺ ദ ബേസിസ് ഓഫ് എ മെമ്പർഷിപ്പ് സ്ട്രക്ചർ. രണ്ട് രീതിയിലാണ് ഈ ട്രേഡ് യൂണിയന് മെയിൻ ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, അല്ലെ, എന്തിന്റെ ഉദ്ദേശത്തിലാണ് എന്നുള്ളതിനാണ് പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ളതാണ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. നെക്സ്റ്റ് മെമ്പർഷിപ്പിന്റെ, അല്ലെ, മെമ്പർഷിപ്പിന്റെ ഘടന അനുസരിച്ചിട്ട് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ എന്താ എടുത്ത് പറയുന്നത്? രണ്ട് രീതിയിലാണ് ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ട്രേഡ് യൂണിയന് മെയിൻലി ക്ലാസിഫൈഡ് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ അഗെയിൻ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലെന്താണ്? ഫസ്റ്റ് റിഫോർമിസ്റ്റ് യൂണിയന്, ബിസിനസ് യൂണിയന്, അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയന്. ദെൻ റെവല്യൂഷണറി യൂണിയന്, അതിലും താഴേക്ക് 4 പോയിന്റ്സുകളുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡിങ്സ് മനസ്സിലാക്കുക. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസും ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചറും ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് യൂണിയനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ആണെങ്കിൽ റിഫോർമിസ്റ്റ് യൂണിയൻ, അല്ലെ, അതിൽ ഫസ്റ്റ് റിഫോർമിസ്റ്റ് യൂണിയൻ ആണ് പറയുന്നത്. അതിൽ ബിസിനസ് യൂണിയനും ഉണ്ട്, അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയനും ഉണ്ട്. അതായത് അവിടെ ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അവരുടെ ആ ഒരു യൂണിയന്റെ നേതൃത്വത്തിൽ രണ്ട് രീതിയിൽ നമുക്കറിയാം. ചിലപ്പോഴൊക്കെ ചർച്ചയിലൂടെ മാത്രം പരിഹരിച്ച് ആ യൂണിയന് ഒരുപാട് റോളുകളൊന്നുമില്ല. അവിടെ എന്താണ്? ചർച്ച ചെയ്യുക, പരിഹാരം കണ്ടെത്തുക, അല്ലെ, അതാ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട റോള് മാത്രമാണ് ആ ബിസിനസ് എൻറ്റിറ്റിക്ക് വരുന്നത്. അതേസമയം നമുക്കറിയാം ഇവിടെ കൂടുതൽ കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ കുറച്ചും കൂടി, അല്ലെ, യൂണിയന് ഇച്ചിരി കൂടി റോളുകൾ വരുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത് ഒരു നെഗോഷിയേഷൻ നടത്തി ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളൊരു ചെറിയ റോള് മാത്രമാണ് കുറച്ചും കൂടി, അല്ലെ, ഗവൺമെന്റിന്റെ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മള് രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക. First, on the basis of a purpose, then on the basis of a membership structure. Then next എന്താണ്? On the basis of a purpose, ഫസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് അതിലെ റിഫോർമിസ്റ്റ് യൂണിയൻ ആണ്, അതിലെ ബിസിനസ് യൂണിയനും ഉണ്ട്, അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയനും ഉണ്ട്. ഓക്കെ, നമ്മൾ എല്ലാം കൂടി കുട്ടിക്കോഴ്സ് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിലേക്ക് കയറില്ല. അതുകൊണ്ടാണ് കുറച്ച് എലാബറേറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് മനസ്സിലാക്കാം. ട്രേഡ് യൂണിയന് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ഇതോട് കൂടിയിട്ടാണ് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടത് ഞാൻ ഈ പഠിപ്പിച്ച പോയിന്റ്സ് അവൻ വെച്ചാണ് നോക്കിയത്. ഒന്നുകൂടി ആ മെസ്സേജ് ഒന്ന് അയക്കാമോ? ക്ലിയർ ആയില്ല. ഓക്കെ, നമ്മൾ അൺമ്യൂട്ട് ആക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം. ചോദിക്കാട്ടോ, ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. മിസ്, ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുവാണോ അതോ അവര് റെമ്യൂണറേഷൻ പിൻപറ്റിയിട്ടാണോ ഇത് ചെയ്തു കൊടുക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി? അത് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവര് ചെറിയൊരു ഇത് മേടിക്കുന്നുണ്ട്. റെമ്യൂണറേഷൻ കൈപ്പറ്റിക്കൊണ്ട് തന്നെയല്ല അത്. പക്ഷെ നമുക്കറിയാലോ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ചിലർക്ക് ആ ഒരു ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മെമ്പർഷിപ്പ് വേണം. അപ്പൊ അവിടെ റെമ്യൂണറേഷൻ കൈപ്പറ്റിക്കൊണ്ട് തന്നെയായിരിക്കില്ല അത്ര സേവനങ്ങൾ പാലിച്ചു കൊടുക്കുന്നത്. പക്ഷെ അവർക്കൊരു ചെറിയ ഫീസ് ചിലപ്പോഴേക്കും ചില സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിലും ചെറിയൊരു മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഫോം, അല്ലെ, ഒരു മെമ്പർഷിപ്പിന്റെ ഒരു ഫീ അവർ ഈടാക്കുന്നുണ്ട്. ആരെന്തെങ്കിലും? ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ,
Okay, bye. Thank you. Thank you, ma'am.